ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു മൈൻക്രാഫ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കണ പുതിയൊരു എപ്പിസോഡായിട്ടാണ്. നമ്മുടെ പണ്ടത്തെ വേൾഡ് എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ പുതിയ വേൾഡുമായിട്ടാണ് നമ്മൾ വന്നേക്കണം. ഇപ്പോൾ നമുക്ക് ആ CD തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ പ്രിസ്മ വിഷ്വൽ സെറ്റായിട്ടാണ് കളിക്കണം ഗായ്സ്. നമ്മുടെ വില്ലേജ് എവിടെ ഇരുന്ന്? വില്ലേജ് ഇങ്ങോട്ടാണ് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കളിച്ച സീഡ് തന്നെയാണ് ഗായ്സ് ക്രിയേറ്റ് ചെയ്തത്. ഗായ്സ്, ഈ ഫോണിൽ വൈബ്രൻറ്റ് വിഷ്വൽസ് അവൈലബിൾ ആയതുകൊണ്ടാണ് പ്രിസ്മ ഇട്ട ഇങ്ങനെ ഷാഡോയും ഇതൊക്കെ വന്നത്. ഇത് കണ്ട, നമുക്ക് ഇവിടെ നിന്ന് തന്നെ വുഡ് കളക്ട് ചെയ്തെടുക്കാം. ഒരു 5 വുഡ് എടുക്കാം ഗൈസ്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. കുറച്ച് പ്ലാങ്ക്സ് നമ്മൾ ഉണ്ടാക്കുകയാണ്. സ്റ്റിക്ക് ഉണ്ടാക്കിയാൽ നമുക്ക് വുഡൻ പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യാം ഗൈസ്. ഒരു 20 കോബിൾ സ്റ്റോൺ നമുക്ക് മൈൻ ചെയ്യാം. ഗൈസ്, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്കൊരു 20 കോബിൾ സ്റ്റോൺ മതി ഗൈസ്. ഓക്കെ ഗൈസ്, 20 ആയിട്ടുണ്ട്. നമുക്കിത് പൊക്കത്തേക്ക് പോകാൻ, എന്നിട്ട് നമുക്ക് സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാം ഗൈസ്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ ചെന്നിട്ട് ആദ്യം ഒരു സോൾ ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് പിക്കാക്സ് ഉണ്ടാക്കാം. എന്നിട്ട് ആക്സും ഉണ്ടാക്കാം. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ കളക്ട് ചെയ്യാം ഗൈസ്. നമ്മളിവിടെ 2 ബ്ലാക്ക് സ്മിത്തിനെ കണ്ടായിരുന്നു. നമുക്ക് അയൺ ഗോളത്തിനെ കൊല്ലാൻ നോക്കാം. ഞാൻ ഇതിനകത്ത് കുറേ ജാവ കോമ്പാറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് ആക്സിന് നല്ല പവർ ഉണ്ടാവും. നമ്മൾ അയൺ ഗോളത്തിനെ കണ്ടുപിടിച്ച് അതിനെ അടിച്ചിട്ടുണ്ട്. ഇനി 3 ബ്ലോക്ക് പൊക്കത്തേക്ക് വെക്കണം. ഇനി ആക്സ് വെച്ച് ഇതിനെ കൊല്ലാം. ഓക്കെ ഗൈസ്, അയൺ കുളം ചത്തിട്ടുണ്ട്. എത്ര അയൺ ഡ്രോപ്പ് ചെയ്തിട്ടെന്ന് നോക്കാം. ഗൈസ്, 3 അയൺ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ എങ്ങാണ്ട് ബ്ലാക്ക് സ്മിത്ത് ഉണ്ടായിരുന്നു ഗൈസ്. നൈറ്റാ പറയുന്നു തോന്നുന്നു. നമുക്ക് ഇവിടെ തന്നെ കിടന്നുറങ്ങാം. ബെഡ് പൊട്ടിച്ചെടുക്കാം ഗൈസ്. ഗൈസ്, ബ്ലാക്ക് സ്മിത്ത് അവിടെ ഉണ്ട്. ഗായ്സ്, നല്ല ലൂട്ടുണ്ട്. 12 അയൺ കിട്ടിയിട്ടുണ്ട്, 10 അയൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു അയണിൻ്റെ ലെഗിൻസും ഒരു പിക്കാക്സ് കിട്ടിയിട്ടുണ്ട് അയണിൻ്റെ. പിന്നെ 3 കോപ്പർ സ്പിയറും കിട്ടിയിട്ടുണ്ട്. വേറെ ബ്ലാക്ക് സ്മിത്ത് ഉണ്ടായിരുന്നു. അതിനകത്ത് നല്ല ലൂട്ടുണ്ടാവും. അതെ, ഇവിടെ ഒരു ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് ഗൈസ്.
ഗൈസ് ഇത് നല്ല ലൂട്ടുണ്ട്. 3 അയണും അയൺ ആർമർ ഉണ്ട്. ഫുൾ അയൺ ആർമർ ഇല്ല, ഹെൽമെറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഫുൾ അയൺ ആർമർ ആയന്. ഗൈസ് ഇത് കേവാണെന്ന് തോന്നുന്നു. നമുക്ക് പിന്നെ എക്സ്പ്ലോർ ചെയ്യാം. നമ്മുടെ കയ്യിൽ നല്ല ടൂൾസ് ഒന്നുമില്ല. ഗൈസ് ഈ ലൈബ്രറിയുടെ ഇവിടെ എങ്ങാണ്ടും കേവ് ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റെപ്പ് മൈൻ ചെയ്ത് നോക്കാം. ഗായ്സ് നമ്മുടെ ടോർച്ചില്ല, അവിടെ ഭയങ്കര ഇരുട്ടാണ്. ടോർച്ചൊക്കെ ഇട്ട് നമ്മൾ പിന്നെ ഒരു ദിവസം കേവി പോവാം. നമ്മുടെ ഫുഡില്ല, നമുക്ക് കുറച്ച് ഫുഡ് കളക്ട് ചെയ്യണം. ദേശം അവിടെ ഒരു പശു നിൽക്കാണ്ട്. ഞാനിതിനകത്ത് ജാവയുടെ റീജനറേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ജാവ കോമ്പാറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ സോഡൊക്കെ വെച്ചടിക്കില്ലേ, അന്നേരം സ്വീപ്പായിട്ടൊക്കെ വരും. കണ്ടോ? ഒരേ സമയം 2-3 മോബിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. 3 മോബല്ല, കുറേ മോബിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. സ്മോണറൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഫർണേസും കോളും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറേ മീറ്റ് അതിനകത്ത് വെച്ച് കുക്ക് ചെയ്തിട്ട് കഴിച്ചാൽ നല്ല ഇത് കിട്ടും. നമുക്കിനി കുറച്ച് അയൺ ടൂൾസ് ഉണ്ടാക്കാം. ഷീൽഡ് ഉണ്ടാക്കിയില്ലെന്ന് തോന്നുന്നു. ഹെൽമെറ്റ് ഇല്ല, നമുക്ക് ഹെൽമെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സോഡ്, ഒരു ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സോഡും പിന്നെ ഒരു പിക്കാക്സ് ഉണ്ട്. നമ്മുടെ സോഡും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് 9 അറ്റാക്കാണ് ഗൈസ്. അയൺ സോഡിന് ഇത് 9 അറ്റാക്കാണ്. ബെഡ് റോക്കിൽ 5 അറ്റാക്കുകൾ, സ്റ്റോൺ ആക്സിന് 5 അറ്റാക്കാണ്. ഈ ഡയമണ്ടൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം, എന്നിട്ട് നമ്മൾ നെതറിൽ പോകണം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.